നമസ്കാരം. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും നടപ്പിലാക്കിയിരുന്ന സാധാരണക്കാർക്ക് തൊഴിൽ ദിനങ്ങളൊക്കെ തന്നെ ഉറപ്പാക്കിയിരുന്ന നിശ്ചിത വേതനം ഉറപ്പാക്കിയിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും കേന്ദ്ര ഗവൺമെൻറ് VBG റാംജി എന്ന് പറയുന്ന ഒരു പ്രധാന പദ്ധതി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ബില്ലുകൾ ഇപ്പോൾ പാർലമെൻറ്റിൽ പാസ്സായിരിക്കുകയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവക് മിഷൻ ഗ്രാമീൺ എന്ന അറിയപ്പെടുന്ന ഈ പുതിയ സ്കീമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പുതിയ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നിലവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സജീവ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പഴയ രീതിയിൽ മുൻപുണ്ടായിരുന്ന തൊഴിൽ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സുപ്രധാനമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ തൊഴിൽ ദിനവുമായി ബന്ധപ്പെട്ടും നിയമവ്യവസ്ഥകൾ സംബന്ധിച്ചുമൊക്കെ തന്നെ മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് VBG റാംജി എന്ന് പറയുന്ന ഈ പുതിയ കേന്ദ്ര ഗവൺമെൻറ് സ്കീം ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. സോ എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ അപ്ഡേറ്റ് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏകദേശം 40 ലക്ഷത്തോളം കുടുംബങ്ങളിൽ നിന്ന് 59 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളാണ് ഈ ഒരു പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് നിലവിൽ ഈ പദ്ധതി വഴി തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ തന്നെ ഏകദേശം 19 ലക്ഷത്തിനടുത്ത് വരുന്ന സജീവ കുടുംബങ്ങളിൽ 20 ലക്ഷത്തിനടുത്ത് അംഗങ്ങളാണ് നിലവിൽ ആക്റ്റീവായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഏകദേശം 19 ലക്ഷത്തിനടുത്ത് സജീവ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബങ്ങളിൽ നിന്നൊക്കെ 20 ലക്ഷത്തിനടുത്ത് സജീവ അംഗങ്ങളാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പുതിയ പദ്ധതിയായിട്ടുള്ള വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവക് മിഷൻ ഗ്രാമീൺ എന്ന സ്കീമിലേക്ക് നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതി പുനർനാമകരണം ചെയ്യപ്പെടുന്നു എന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് മാറ്റങ്ങൾ കൂടി ഇപ്പോൾ കൊണ്ടുവരികയാണ്. പ്രധാനമായും പുതിയ തൊഴിൽ കാർഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നിലവിലുള്ള പഴയ ജോബ് കാർഡ് മാറ്റി പുതിയ കാർഡുകൾ നൽകുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ആദ്യഘട്ട നടപടികൾ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം മുൻപ് നമുക്ക് 100 തൊഴിൽ ദിനങ്ങളായിരുന്നു ലഭിച്ചിരുന്നത് എങ്കിൽ ഇനി പരമാവധി 125 തൊഴിൽ ദിനങ്ങളോളം ലഭിക്കുന്ന രീതി ഉറപ്പുവരുത്തും എന്നൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ പുതിയ ബില്ലിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അതിൽ എത്രത്തോളം ഉറപ്പുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ നിർദ്ദേശങ്ങൾ ഈ പറയുന്ന രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, വിവിധ ഘട്ടങ്ങളിലായിട്ട് എന്തെങ്കിലുമൊക്കെ സാഹചര്യം വെച്ചാൽ പ്രവർത്തികൾ നിർത്തിവെക്കാനായിട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്ന നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കും. തൊഴിലുറപ്പിലൂടെ നടപ്പാക്കിയിരുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കരണത്തെയും ഒക്കെ തന്നെ ഈ പുതിയ നിയമം ബാധിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുമെന്നൊരു കാര്യം കൂടി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വ്യക്തമായിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, പ്രതിദിന അടിസ്ഥാന വേതനം എന്നുള്ളത് 250 രൂപയിൽ തുടങ്ങുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്കൊക്കെ നിലവിലിപ്പോൾ ലഭിക്കുന്ന തുകയിൽ നിന്നും ഒരു വർധനവ് ഉണ്ടാകുന്നതായിരിക്കും. അതാകട്ടെ പരമാവധി 400 രൂപയ്ക്ക് അടുത്ത് വരെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി അത് മാത്രമല്ല, മുൻപ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചു. അതായത് 90% തുക കേന്ദ്ര ഫണ്ട് വരുന്നു. അതിനുശേഷം ബാക്കിയുള്ള തുക ഒരു മെറ്റീരിയൽ കോസ്റ്റ് മാത്രം അത് സംസ്ഥാന സർക്കാർ വഹിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ വരുമ്പോൾ 100% കേന്ദ്ര ഫണ്ട് എന്ന രീതിയിൽ തന്നെ മുൻപ് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. നിലവിൽ 4000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വാർഷിക വിഹിതമായിട്ട് കേരളത്തിന് ലഭിക്കുന്നത്. എന്നാൽ ഇനി ആ രീതിക്ക് മാറ്റം വരികയാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് 60%, സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ട് 40%മാണ് ഇനി മുതൽ വിഹിതം വരിക. അതായിരിക്കും നമുക്ക് പ്രതിദിന വേതനമായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. എന്നാൽ മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ ബയോമെട്രിക് സംവിധാനത്തിലുള്ള വെരിഫിക്കേഷൻ പ്രക്രിയ, അതുപോലെ തന്നെ അറ്റൻഡൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുടരുക തന്നെ ചെയ്യും. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഈ കേന്ദ്ര ഫണ്ട് നൽകുമ്പോൾ ഉപാധികളും ഉണ്ട് എന്നതാണ്. നിശ്ചയിച്ചതിനപ്പുറം ചിലവായാൽ അത് സംസ്ഥാനം വഹിക്കേണ്ടതായിട്ട് വരും. വേതനം വൈകിയാൽ നഷ്ടപരിഹാരവും, തൊഴിലില്ലെങ്കിൽ അലവൻസും സംസ്ഥാനമാണ് നൽകേണ്ടത്. 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ ശമ്പളം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരിക്കണം എന്നതാണ് നിബന്ധന. ഇനി ഇതല്ല എങ്കിൽ നമുക്ക് പ്രതിദിന നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നുമുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ മുൻപ് നമുക്കറിയാം ആ നിയമം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ ബില്ലിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ഉയർന്നു വരുന്നുമുണ്ട്. ഏതായാലും ബില്ല് പാസ്സാക്കിയതിനാൽ തന്നെ വളരെ വൈകാതെ തന്നെ ഈ ഒരു സ്കീമിലേക്ക് നടപടികൾ മാറ്റപ്പെടും. 2026 മുതൽ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ തൊഴിൽ ദിനങ്ങളെല്ലാം തന്നെ ഈ സ്കീമിന് കീഴിലേക്ക് മാറ്റപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരുപാട് അപ്ഡേഷനുകളും നടപടിക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ തന്നെ ഉണ്ടാകും. വളരെ വൈകാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അത്തരം അറിയിപ്പുകൾ വരുന്നതായിരിക്കും. സോ വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇതുപോലുള്ള അറിയിപ്പുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.